എല്ലാവർക്കും ചിഞ്ചു കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ല, ഞങ്ങളും സുഖമായിരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുമ്പളവും പയറും എല്ലാം ഒന്ന് കായായി കഴിയുമ്പോൾ അതൊക്കെ വന്ന് കുത്തിക്കളയുന്ന നമ്മുടെ വെള്ളീച്ചേനെ എങ്ങനെ നമുക്ക് തുരുത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതുങ്ങളെ ഓടിക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൻ്റെ ലോങ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം മറക്കാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറക്കൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ വെള്ളീച്ചേനെ തുരത്താനുള്ള മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഞാൻ നിങ്ങളെ വർത്തമാനം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് ഈച്ചക്കണി തയ്യാറാക്കാൻ ഇതുപോലത്തെ ഒരു കുപ്പി മാത്രം മതി. ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ കുപ്പികൾ കാണും. ഇതില്ലെങ്കിൽ നമുക്ക് ജ്യൂസിൻ്റെ കുപ്പി ആയാലും മതി. ഇത്ര വലുപ്പമില്ലാത്ത കുപ്പിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്കൊരു 3-4 ഓട്ട ഇട്ടാൽ മതി. നമ്മളിങ്ങനെ പിന്നെ വേണ്ടത് നമുക്കൊരു പപ്പടക്കോലാണ്. പപ്പടക്കോലില്ലെങ്കിൽ വേറെ നമുക്ക് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു ഇതിങ്ങനെ നമുക്ക് ഓട്ട ഇടാൻ പറ്റുന്ന പോലത്തെ കേട്ടോ. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ കുപ്പിയിലോട്ട് ഇങ്ങനെ നമ്മൾ ഓട്ട ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഓട്ടയൊന്നും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഈച്ച കയറാനുള്ള പാകത്തിലുള്ള വലിയ ഓട്ടകൾ പാടില്ല. ഈച്ച പറന്നു പോകും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും ശർക്കര കാണും. മിക്കവാറും എല്ലാ വീടുകളിലും ശർക്കര കാണും. അത് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. ഞാൻ ഇത്രയും ഉള്ള ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. നമ്മൾ ചിരണ്ടി എടുക്കുക, ശർക്കര നന്നായിട്ട് ചിരണ്ടി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇലയാട്ടോ. തുളസിയും എല്ലാ വീടുകളിലും കാണും. 90% വീടുകളിലൊക്കെ തുളസി കാണും. അതുകൊണ്ട് തുളസി ഇലയും നമുക്ക് എടുക്കാം. അത് കയ്യിലിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഞെരടി എടുക്കാം കേട്ടോ. തുളസി ഇലയും ഇപ്പം വെയിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇല വലിയ ഇതില്ലാതെ നിൽക്കുന്നത്. തുളസി ഇലയും ശർക്കരയും കൂടെ നല്ലതുപോലെ കയ്യിലിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഞെരടി എടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് നമ്മുടെ കുപ്പിയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ഈച്ച ഇതിൻ്റെ അകത്ത് കുടുങ്ങും കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയുള്ള അടപ്പിൽ, ഈ അടപ്പിൽ കുപ്പിയൊരു ഇതേ അടപ്പാണ്. ഈ അടപ്പിൽ ഒരു 2 അടപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ അടപ്പൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി അടച്ചു കൊടുക്കുക. പിന്നെ നമുക്കൊരു കയർ കൊണ്ടൊരു വള്ളി എടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് കെട്ടിയതിന് ശേഷം ഇത് നമ്മൾ നമ്മുടെ പയറൊക്കെ ഇട്ടിരിക്കുന്ന പയറോ മത്തനോ എന്താ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് കൊണ്ടുപോയിട്ട് ആ കൊമ്പയിലോട്ട് നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കവിടെ വെച്ചാലും മതി കേട്ടോ. ഇതേണ്ട ഞാൻ ഈ പയറിന് പന്തലിട്ടിരിക്കുന്ന കൊമ്പയിലോട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോ. ഇനി ഒരു അരമണിക്കൂറിൽ നിറച്ച് വീഴ്ചയുണ്ടാകും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ആദ്യം ഞാൻ വെച്ച ഒരു പഴയ കുപ്പി, ഒരാഴ്ച ആയത്തെ ഒരു പഴയ കുപ്പി കേട്ടോ. ഇതാദ്യം ഞാൻ വെച്ച് നോക്കിയതാട്ടോ. ഇതിലിഷ്ടം പോലെ ഈച്ചകൾ കണ്ടില്ലേ. ഞാൻ 3-4 പ്രാവശ്യം ഈച്ചകളെ ഞാൻ കൊന്നിട്ടോ. ഇപ്പം നോക്കിയാൽ ഈച്ചകളുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാം എന്നെനിക്കറിയത്തില്ല. എന്നാലും ഇതിൻ്റെ അടിയിലും എല്ലാ ഈച്ചകളുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിങ്ങനെ ഈച്ച കിടക്കുക. ഇത് ശർക്കര ഉരുകി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളവും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഈച്ച അങ്ങനെ വീണ് അവിടെ കിടക്കുക കേട്ടോ. അത് കണ്ടോ ഈച്ചകൾ. ഇത് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന അരമണിക്കൂറായിട്ട് ഉള്ളി കുപ്പി വെച്ചിട്ട് ഇത് കണ്ടോ എത്രമാത്രം ഈച്ച ഉണ്ടെന്ന്. 10-25 ഈച്ചയോളം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ നോക്കി ഈച്ചകൾ. ഈ ഈച്ചയെല്ലാം നമ്മൾ കണ്ടോ ഇതിൻ്റെ അടിയിലും കണ്ടോ ഈച്ചകൾ കിടക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈച്ചകൾ ഇഷ്ടം പോലെ ഈച്ചകൾ വേണ്ട പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ. കണ്ടോ ഇതെല്ലാം ഈച്ചകളാണ്. നമുക്ക് ഒന്നും പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈച്ചക്കണിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, മറക്കല്ലേ. എന്നിട്ട് നിങ്ങളിതിന് കമൻ്റ് അറിയിക്കുക ഇത് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഈച്ചകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചാഴിപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഉണ്ടെങ്കിൽ ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് മണ്ണെണ്ണ കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ ഈച്ചകളെല്ലാം ഈ കുപ്പിയുടെ അടി വീണ് ചത്ത് കിടക്കും. നമുക്കിത് തുറന്നിട്ട് ഇത് കളഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ഈച്ചക്കണി ഉണ്ടാക്കി മരുന്ന് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അകത്ത് ഈ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇഷ്ടം പോലെ ഈച്ചകൾ വീഴും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.